എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും വന്ദനങ്ങൾ. നാം തുടർമാനമായി എല്ലാ ദിവസങ്ങളിലും തിങ്കൾ മുതൽ ശനി വരെ തിരുസന്നിധി എന്നുള്ള പ്രഭാത വന്ദന സന്ദേശ ശുശ്രൂഷ നാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം പ്രിയമുള്ളവർ ഇതിന്റെ ശ്രോതാക്കളായി തീരുന്നു എന്നതിൽ സന്തോഷമുണ്ട്. അനേക പ്രിയമുള്ളവർക്ക് ഈ വചന സന്ദേശ പരമ്പര പ്രയോജനപ്പെടുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കും. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എബ്രായലേഖനം 11-ാം അധ്യായമാണ്. അതിൽ 11:8 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ തുടർമാനമായി അബ്രഹാമിനെ കുറിച്ച് മാത്രം കാണുന്നു. കൽദയ ദേശത്തിൽ താൻ ഇറങ്ങിത്തിരിക്കുന്നു. ദൈവിക വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് വിളി കേട്ടിട്ട് താൻ പുറത്തു വരുന്നു. നാം അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം പഠിക്കുമ്പോൾ സ്തെഫാനോസിന്റെ പ്രസംഗം കാണാം. താനായിരുന്ന ദേശത്തെക്കുറിച്ചുള്ള പശ്ചാത്തലം അവിടെ കാണുന്നു. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിലും താൻ വിഗ്രഹങ്ങളെ സേവിച്ചു ആരാധിച്ചു എന്ന് അവിടെ കാണുന്നു. യഹോവയാൻ ദൈവത്തിനെ ഏകനായി വിളിച്ചു. ആ വിളിയിൽ മറ്റാരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ അബ്രഹാമിനെ മാത്രമാണ് വിളിച്ചത്. പക്ഷേ ആ വിളിയുടെ കൂടെ തന്റെ പിതാവായ തേരകും സഹോദരപുത്രനും കുടുംബാംഗങ്ങളും ചർച്ചക്കാരെല്ലാം മുൻപോട്ട് വന്നു. ഒരു ഘട്ടത്തിൽ അവരെല്ലാം ഉണ്ടായിരുന്നു. തന്റെ വിശ്വാസ ജീവിതത്തിന്റെ പ്രയാണത്തിൽ ദേശം വിട്ടു. കുറച്ചുകൂടി മുൻപോട്ട് പോയപ്പോൾ ചർച്ചക്കാരെ വിട്ടു. പിതൃഭവനത്തെ എല്ലാം തനിക്ക് വിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ തന്നെ താൻ വിട്ടുവിട്ടെന്ന് പറയുമ്പോൾ വിശ്വാസത്തിലെല്ലാം നിരന്തരമായുള്ള വേർപാടുകളാണ്. അല്ലെങ്കിൽ സകലത്തിൽ നിന്നും താൻ ഒറ്റയ്ക്ക് പുറത്തു വരികയാണ്. വിഗ്രഹങ്ങളെ വിട്ടു. അപ്രകാരമുള്ള ആരാധനകള്, ജാതീയ മര്യാദകള്, താനായിരുന്ന ദേശത്തിന്റെ സംസ്കാരം, അതിന്റെ പാരമ്പര്യങ്ങളെല്ലാം വിട്ടിട്ട് കുടുംബാംഗങ്ങളോട് ചേർന്ന് മുൻപോട്ട് വന്നു. അത് സത്യമാണ്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങളെ താൻ വിട്ടു. കുറച്ചു മുൻപോട്ട് പോയപ്പോൾ ലോത്തിന്റെ കുടുംബാംഗങ്ങളെ വിടേണ്ടതായിട്ട് വന്നു. കുറച്ചുകൂടി മുൻപോട്ട് പോയപ്പോൾ മിസ്രൈമദാസിയായ ഹാഗാറിനെയും തന്റെ മകനായ ഇസ്മായിലിനെയും തനിക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വന്നു. കുറച്ചു മുൻപോട്ട് പോയപ്പോൾ വിശ്വാസത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ താനും കർത്താവുമായിട്ടുള്ള മാത്രമുള്ള പോയിന്റിലേക്ക് എത്തി. നാം ഇന്ന് അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആ ഒരു പ്രത്യേക അനുഭവം തനിക്കുണ്ടായി. അത് മറ്റൊന്നുമല്ല, 11-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. അവിടെ തന്റെ ഏകജാതനായ മകനെ യാഗം അർപ്പിക്കുന്ന ഒരു ദൈവിക ഇടപെടൽ. ഇപ്രകാരം ദൈവം ഇടപെടുമോ എന്ന് ചോദിച്ചാൽ അബ്രഹാമിനോട് ദൈവം അങ്ങനെ ഇടപെട്ടു. നിങ്ങൾക്കറിയാം, 100-ാമത്തെ വയസ്സിൽ ലഭിച്ച സന്തതി, ഈ മകൻ വർദ്ധിച്ച് പെരുകി അനേകമായി മാറിയിട്ട് വേണം അബ്രഹാം ബഹുജാതികളുടെ പിതാവാകും. അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ അത്യധികമായ പ്രോമിസ് പദ്ധതി എന്ന് പറയുന്നത് ബഹുജാതികളുടെ പിതാവ്. അനേക രാജ്യങ്ങളും രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. എല്ലാ ദേശങ്ങളും ഭാഗി ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചുയർത്തും. നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണലിനെ പോലെയും ഭൂമിയിലെ പൊടിയെ പോലെയും സന്തതികൾ ജനിക്കുമെന്നാണ്. ഇസ്ഹാക്കിന് വേണം നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് സന്തതികൾ ജനിക്കുവാൻ. അവരുടെ എല്ലാം പിതാവായിട്ട് അബ്രഹാം ജീവിക്കണം, നിലനിൽക്കണം. പക്ഷെ ഇപ്പോൾ സാധ്യതകൾ ഇല്ലാതാക്കിയാണ്. അവസരം നഷ്ടപ്പെടുക. എന്താണ് സാധ്യത? ഏക സാധ്യത മുന്നിലുള്ളത് ഏകജാതനായ മകനാണ്. ആ മകനെ യാഗമർപ്പിക്കണം എന്നുള്ള ഒരു ദൈവിക ഇടപെടൽ. നമുക്കറിയാം പ്രിയമുള്ളവരെ, ഈ മകനെ കിട്ടുവാൻ വേണ്ടി നാളുകളായി കാത്തിരുന്നു. നാം അതിനെക്കുറിച്ച് ചിന്തിച്ചു. വിശ്വാസം പറഞ്ഞു, വിശ്വാസം വെളിപ്പെടുത്തി, വിശ്വാസം ആവർത്തിച്ച് ഏറ്റുപറഞ്ഞു. പകൽ സമയത്ത് കടൽക്കരയിൽ മണൽ എണ്ണിയും രാത്രി നക്ഷത്രങ്ങൾ എണ്ണിയും വാഗ്ദത്തം ചെയ്ത ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവം പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ഉറക്കുകയും ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിക്കുകയും ഇല്ലാത്തവ ഉള്ളതുപോലെ വിളിച്ചു വരുന്ന ദൈവം ഉണ്ടെന്ന് താൻ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ച ഒരു ഭക്തനായ വ്യക്തിത്വമാണ് അബ്രഹാം. പക്ഷെ ഇപ്പോൾ താൻ വളരെ കഠിനമായ പരീക്ഷയിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു പരിശോധന എന്ന് നമുക്ക് അതിനെ വിളിക്കാം. നമ്മൾ ഉൽപ്പത്തി 22-ാം അധ്യായം പഠിക്കുമ്പോൾ നിന്റെ ഏകജാതനായ മകനെ, ഏകജാതൻ, ബൈബിളിൽ ഏകജാതൻ എന്നുള്ള പദം ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്. ഏകജാതനായ മകനെ ഹോമിയാഗം കഴിക്കും. അതിന്റെ അർത്ഥം യാഗം കഴിയുമ്പോൾ ഒരു പിടി ചാരമായിട്ട് ഈ മകൻ മാറും. ഈ മകനെ യാഗപടത്തിൽ എടുത്തു വെക്ക്. അതിന്റെ അർത്ഥം നാളെ അബ്രഹാമിനെ അപ്പ എന്ന് വിളിക്കുന്ന എല്ലാ സാധ്യതകളും നഷ്ടപ്പെടുത്തുകയാണ്, ഇല്ലാതാകുകയാണ്, അവസാനിക്കുക. അതിന്റെ അർത്ഥം ഇനി ഒരു വാഗ്ദത്ത സന്തതി അബ്രഹാമിനെ പിതാവേ എന്ന് വിളിക്കാനില്ല. അതുപോലെ തന്നെയാണ് അബ്രഹാമിന് ദൈവം നൽകിയ ഒരു സന്താനത്തെ ഇനി മകനെ എന്ന് വിളിക്കുവാനുമില്ല. ഇത് വലിയൊരു പരീക്ഷണമാണ്. നമുക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ശോധനയാണ്. ദൈവത്തിന് മറ്റൊരു പോമടിയും പരിഹാര മാർഗങ്ങളും ഇതിന് പകരമായ മറ്റൊരു നിർദ്ദേശങ്ങളുമില്ല. അബ്രഹാമിന് മുമ്പിൽ ഇനി യാതൊരു വാദവും യാതൊരു വാദഗതികളും ഇനിയും അവശേഷിക്കും. ഈ വിഷയം ഇപ്പോൾ സാറയോട് പങ്കുവെച്ചാൽ ഒരിക്കലും ഇനി ഒരു യാഗം നടക്കത്തില്ല. ഈ വിഷയത്തിന്റെ ഗൗരവവും ഈ കൂടാരത്തിൽ ഉള്ള അബ്രഹാമിന്റെ വീട്ടിലുള്ള അഭ്യാസികളോടോ അല്ലെങ്കിൽ ആ വീട്ടിലെ മറ്റുള്ള ആരോടും പങ്കുവെക്കുവാൻ കഴിയത്തില്ല. നമുക്കറിയാം, അബ്രഹാമിന്റെ കൂടാരത്തിൽ ധാരാളം പ്രിയമുള്ള ഏത് യുദ്ധവും നടത്തി ജയിക്കാൻ കഴിവുള്ള സാമർഥ്യമുള്ള പടയാളികൾ, കാര്യസ്ഥനായ ഏലിയാസ്, അനേക ബാല്യക്കാരും ദാസന്മാരും, കൂടാതെ ഇടയന്മാർ, ഇവരോടൊന്നും ഈ പ്രധാനപ്പെട്ട വസ്തുത പങ്കുവെക്കാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, അവിടെ അബ്രഹാമും ദൈവവും മാത്രമേ ഉള്ളൂ. അതെ പ്രിയരെ, ചില പോയിന്റുകളിൽ നാം അങ്ങനെ എത്തും. അവിടെ മറ്റാരും കാണത്തില്ല. നമുക്ക് എത്ര സൗഹൃദമുണ്ടെങ്കിലും, എത്ര വലിയ സുഹൃത്ത് വലയം ഉണ്ടെങ്കിലും, എത്ര വലിയ ബന്ധുബലമുണ്ടെങ്കിലും, ഭൂരിപക്ഷം ആൾക്കാർ നമ്മളോട് കൂടെ ഉണ്ടെങ്കിലും, ഉന്നതന്മാരും പ്രമാണിമാരും പ്രഭുക്കന്മാരും വലിയ സ്ഥാനീയരുമായ വ്യക്തിത്വങ്ങൾ നമ്മുടെ സഹായികളാണെങ്കിലും, കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും അതുപോലെ തന്നെ നമ്മളോട് എപ്പോഴും സഹകരിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ നമ്മളോട് കൂടെ ഉണ്ടെങ്കിലും, ദൈവകൽപ്പനയെ അനുസരിക്കുവാൻ, ദൈവിക പദ്ധതിയിൽ പ്രവർത്തിക്കുവാൻ, ദൈവത്തിൽ നിലനിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇച്ഛിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞവരാരും ഈ പോയിന്റിൽ നിങ്ങളെ സഹായിക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല.
ആയതിനാൽ എൻ്റെ പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, നാം ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ 17-ാമത്തെ വാക്യം, വിശ്വാസത്തിൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു എന്നാണ്. ഇസ്ഹാക്കിനെ കൊടുത്തു. നാം കൊടുക്കാത്ത ദൈവത്തിന് എടുക്കാൻ കഴിയത്തില്ല. അബ്രഹാം കൊടുത്തു, ദൈവം എടുത്തു. ഞാൻ ഇവിടെ പറയട്ടെ, യാഗപീഠത്തിൽ വെക്കുന്നതൊന്നും പിന്നെ നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ വെച്ചു. യാഗപീഠത്തിൽ അർപ്പിച്ചത് ദൈവം അത് സ്വീകരിച്ചു. യഥാർത്ഥത്തിൽ പ്രിയരെ, പ്രധാനപ്പെട്ട ആശയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. അതുവരെ ആരും ചരിത്രത്തിൽ മനുഷ്യ സൃഷ്ടിയുടെ ആദ്യ നാൾ മുതൽ ഈ പ്രത്യേക സമയം വരെ ഒരു വ്യക്തി പോലും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പക്ഷേ അബ്രഹാമിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു, വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിക്കുക മാത്രമല്ല, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണിയെന്ന്. എനിക്ക് ആ ഭാഗം ഒത്തിരി എന്നെ ചിന്തിപ്പിക്കാനിടയായിട്ട്. യഥാർത്ഥത്തിൽ ഈ വചന വെളിപ്പാടുകൾ നാം മനസ്സിലാക്കണം. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾ വചനത്തിന്റെ വെളിപ്പാടുകൾ ജീവിക്കണം. ഒരിക്കലും ഈ വചനത്തിൽ പിന്നുള്ള അക്ഷരം അല്ല വിഷയം, ഇതിന് ആത്മാവാണ് വിഷയം. അക്ഷരം അറിവ് നൽകുന്നു, ചീർപ്പിക്കും. ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടേണ്ടത് ഒരിക്കലും അറിവിലോ ബുദ്ധിയിലോ നമ്മുടെ മാനുഷ്യമായ ചിന്തകളിലല്ല. ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടേണ്ടത് അതൊരു ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആത്മീയ വെളിപ്പാടിലാണ്. ക്രിസ്തു ഒരു വെളിപ്പാടാണ്, ക്രിസ്തു ഒരു മർമ്മമാണ്, ക്രിസ്തു ജ്ഞാനമാണ്, ക്രിസ്തു മഹത്വമാണ്. ആ ക്രിസ്തുവിനെയാണ് പുതിയ നിയമസഭയ്ക്ക് വെളിപ്പെട്ട് ലഭിക്കേണ്ടത്. അതാണ് ലേഖനത്തിൽ മൊത്തവും വരുമ്പോൾ ക്രിസ്തു 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 എന്ന് കാണും. 30 വർഷം വരെ യേശു എന്ന പേരിൽ ജീവിച്ചിരുന്ന കർത്താവ് 30-ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ കൈകളിൽ സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നപ്പോൾ യേശു ക്രിസ്തുവായിട്ട്, ക്രൈസ്റ്റ് ദ അനോയിന്റഡ് വൺ, മശിഹ, അഭിഷിക്തൻ. അതിനുശേഷമാണ് ഭൂതശക്തികളൊക്കെ പറഞ്ഞത് നീ പരിശുദ്ധൻ പരിശുദ്ധൻ. അതിനുശേഷമാണ് അശുദ്ധാത്മാക്കൾ നീ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണെന്ന് അവർ വിളിച്ചു പറയുക. ഗദരദേശിലെ ഭൂതഗ്രസ്തൻ തിരിച്ചു ചോദിക്കുകയാണ്, നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നതാണ്? ദുരാത്മാക്കളുടെ മണ്ഡലങ്ങൾ അശുദ്ധ ലോകം തിരിച്ചറിഞ്ഞു അഭിഷക്തൻ. യേശു ക്രിസ്തുവായിട്ട് മാറിയപ്പോൾ പ്രകൃതി ശക്തികൾ അല്ലെങ്കിൽ മതശക്തികൾ, രാഷ്ട്രീയ ശക്തി, പൈശാചിക ശക്തി എല്ലാം തിരിച്ചറിഞ്ഞു ക്രിസ്തുവിന്റെ ആഗമനം. അഭിഷക്തൻ വന്നു. കാരണം സ്നാനത്തിൽ സംഭവിച്ചത് തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ നിന്നുകൊണ്ടാണ് പുത്രൻ ശുശ്രൂഷിക്കുന്നത്. പിതാവിനെ വെളിപ്പെടുത്തുകയാണ്. പിതാവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പുത്രനിൽ കൂടി വെളിപ്പെടുകയാണ്. പിതാവിന്റെ അധികാരം, ശക്തി, ഞാനും പിതാവ് ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സ്ഥലം എത്തുന്നില്ല എന്നെല്ലാം സ്വർഗത്തെക്കുറിച്ച് ഇത്രയും പറയുവാൻ യോഗ്യനായി തീർന്ന പുത്രൻ ക്രിസ്തു. യഥാർത്ഥത്തിൽ ഞാൻ ഈ കാര്യം പറഞ്ഞത് ഉൽപ്പത്തി 22-ാം അധ്യായത്തിലെ ഏകജാതനും ഈ പുതിയ നിയമത്തിലെ ഏകജാതനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അബ്രഹാം മോറിയയിൽ വെച്ച് തന്നെ ഉയർപ്പിൽ വിശ്വസിച്ചു. ഈ ചാരത്തിൽ നിന്ന് ഇസ്ഹാക്ക് ഒരു ചാരമായി മാറിയാലും തിരിച്ചു തരുവാൻ ദൈവത്തിന് കഴിയണം. യഥാർത്ഥത്തിൽ തന്നെ നാളെ പിതാവിന്ന് വിളിക്കുന്ന എല്ലാ സാധ്യതകളും പോയി ഇല്ലാതാക്കാൻ പോവുകയാണ്. എന്നിട്ടും ഉയർപ്പിപ്പാൻ ദൈവം ശക്തനാണ്. ഇന്നലകളിലുള്ള വിശ്വാസം എന്തായിരുന്നു? ശരീരം നിർജീവമായാലും സാറയുടെ ശരീരത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും ഇനി പുത്രോത്പാദനത്തിന് ശക്തിയില്ലെന്ന് താൻ തിരിച്ചറിഞ്ഞിട്ടും ആശയ്ക്ക് വിരോധമായി ആശയോടെ പ്രതീക്ഷകൾ അവസാനിച്ചില്ല, ആശകൾ അറ്റുപോയില്ല, തനിക്ക് കാത്തിരിപ്പിന് വിരാമമായില്ല. ഇപ്പോഴും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ താൻ തയ്യാറാണെന്ന് തന്റെ ജീവിതം കൊണ്ട് താൻ തെളിയിച്ചു. പ്രിയമുള്ളവരെ, അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത് ഈ മോറിയ മലയിൽ വെച്ചാണ്. നമുക്ക് ഇതൂതിൻ്റെതും ബാക്കി ഭാഗങ്ങൾ അടുത്ത ബസ്സുകൾ കേൾക്കാം. ഒരിക്കലും പരീക്ഷണങ്ങളിൽ ദൈവം നമ്മെ കൈവിടുന്നത്, ദോഷങ്ങളാൽ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് സഹിക്കുന്നതിന് മീതെ ഒരിക്കലും പരീക്ഷ ദൈവം നൽകുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് എത്രമാത്രം ആകും, കഴിയും, സഹിക്കാൻ പറ്റും. അവിടെ ഈ സഹനങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ആത്മമണ്ഡലങ്ങൾ ശക്തിപ്പെടും. കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കി അവിടെ നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അവിടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിച്ച് സകലത്തെ അതിജീവിക്കുവാൻ ദൈവം നമ്മൾക്ക് കരുത്ത് നൽകി. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. വളരെ പ്രധാനപ്പെട്ട ആത്മീയ സത്യങ്ങളാണ് ഈ ദിവസം പങ്കുവെക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.